പ്രോഫിറ്റ് ഈസ് ലോസ് ഈസ് ഹിഡൻ നിയർ ബൈ ഒരു ജാപ്പനീസ് പ്രോവർബാണ്. പ്രോഫിറ്റ്സ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. ലൈഫിലായാലും ശരി, ബിസിനസ്സിലായാലും ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പ്രോഫിറ്റ് ഉണ്ടോ അവിടെ ഒളിച്ചിരിപ്പുണ്ട് ലോസ്, അല്ലേ? അപ്പോൾ ലോസസ് വരാതെ നോക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആളുകൾക്ക് പ്രോഫിറ്റ്സ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നാൽ ലോസസ് മണിക്കൂറുകളോളം ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഈവൻ ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റിൽ എക്സിറ്റ് ആയിട്ട് പോവാണ്, റൺ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയാൽ പോലും. എന്നാൽ ലോസസ് ആണെങ്കിലോ 10 പോയിന്റ് വന്നു, 20 പോയിന്റ് ആയി, വീണ്ടും വീണ്ടും ഹോൾഡ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? ഇത് വീണ്ടും പ്രോഫിറ്റിലേക്ക് വരുമെന്ന ധാരണയാൽ. ഇതിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ പോലും അറിയാതെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചില ബിഹേവിയറൽ ബയാസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ലോസ് അവേർഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ. അതായത് ആളുകൾ ഒരു ലോസ് വരുമ്പോൾ അനുഭവിക്കുന്ന അവരുടെ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ആ പ്രോഫിറ്റ് കിട്ടിയാൽ അനുഭവിക്കുന്ന സന്തോഷത്തെക്കാളും കൂടുതലാണ്. അതായത് ഇൻറ്റൻസീവ്ലി അവരവിടെ പെയിൻ എടുക്കുകയും ലോസ് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ആ മനസ്സിലുള്ളൊരു ചിന്ത എന്ന് വെച്ചാൽ ഈ ലോസ് റിക്കവർ ആകും. അതേസമയം പ്രോഫിറ്റ്സ് ആണെങ്കിലോ ഈ പ്രോഫിറ്റ് ഇവിടെ തീരുകയാണ്, ഉടനെ തന്നെ ലോസസിലോട്ട് വരും, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എക്സിറ്റ് ആവണം. അതാണ് ലോസ് ആവേർഷൻ ബയാസ് എന്ന് പറഞ്ഞത്. ലോസിനെ ആവറേജ് ചെയ്യാനായിട്ട്, അതായത് ഈ ലോസ് ഇപ്പോൾ റിക്കവർ ആകും, ഞാൻ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഈ ഒരു ചിന്താഗതി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ലോസസ് ഓവറായിട്ട് ഹോൾഡ് ചെയ്തു പോകുന്നത്. പ്രോഫിറ്റ് അതേ രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചിന്തിക്കുക, ഈ ഒരു പ്രോബ്ലം നമുക്കുണ്ടോ? അതായത് ലോസിൻ്റെ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ്സിൻ്റെ ഹാപ്പിനെസ്സിനേക്കാളും മുകളിലായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. കാരണം അത് ലോസ് ആണ്. ആ ഒരു പെയിൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതൊരു സാഡ് പെയിൻ ആണ്, പക്ഷെ അത് നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അവിടെ എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ പ്രോഫിറ്റിന്റെ സന്തോഷത്തിന് തത്തുല്യമായിട്ട് എൻ്റെ ലോസസ് റിക്കവറായി വരും, ആ ഒരു ചിന്താഗതിയെ നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ ലോസ് വരുമ്പോൾ എക്സിറ്റ് ആവാനായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ എക്സിറ്റ് ആവാനായിട്ടുള്ള ഒരു തീരുമാനം നമുക്കവിടെ കറക്റ്റ് ടൈമിൽ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റൊരു റീസൺ ആണ് ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് എനിക്ക് നഷ്ടമാകുമോ എന്നുള്ള മനുഷ്യൻ്റെ ആകുലത അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതായത് എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഞാനിവിടെ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് മുഴുവനും പോകുമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതാണ് അടുത്തൊരു ചിന്ത. ഈ ഫോമോ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ട്രേഡേഴ്സിനും കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലോങ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ലോങ് ടൈം റണ്ണ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മാർക്കറ്റിൽ നിന്ന് വേണ്ടത്ര പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഈ ഫോമോ വർക്ക് ചെയ്യുന്നു, അവർക്ക് പേടിയാണ്. നമ്മൾ ഇപ്പം ലോസിൽ നിൽക്കുമ്പോൾ അത്രയും പേടി ആളുകൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ ഒരു വസ്തുത. ലോസിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് ഇത്രയും പേടിയല്ല വരുന്നത്, അതിന് പകരം ഈ ലോസ് ഇപ്പോൾ പ്രോഫിറ്റ് ആകും, എൻ്റെ ലോസ് ഇപ്പോൾ കവർ ആകും, നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമാണ് ആ സമയത്ത് നിൽക്കുന്നത്. അതാണ് ലോസ് ആവേർഷൻ ബയാസിൽ ഞാൻ പറഞ്ഞത്. ഇവിടെ അതല്ല, ഇവിടെ ഫോമോ, മിസ്സിംഗ് ഔട്ട്. എനിക്ക് എൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ തീരുമോ, അതായത് ഇപ്പം തന്നെ ഇത് റിവേഴ്സ് പോകുമോ, പോസിറ്റീവ് സൈഡിലോട്ട് ഞാൻ ട്രേഡ് എടുത്തു, എനിക്ക് പോസിറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഇനിയിപ്പോൾ റിവേഴ്സ് ആകുമോ എന്നുള്ള പേടിയാണ്. സത്യത്തിൽ അവിടെ ടെക്നിക്കലി അല്ലെങ്കിൽ ഫണ്ടമെന്റലി റിവേഴ്സ് ആകാനായിട്ടുള്ള ഒരു റീസൺസും ഇല്ല. ഈവൻ ദോ പീപ്പിൾസ് ആർ അഫ്രൈഡ് ടു ഹോൾഡ് ദ പ്രോഫിറ്റ്. അതായത് ഇപ്പം നല്ലൊരു റാലി നടക്കുന്ന മാർക്കറ്റ്, പോസിറ്റീവ് ബുൾ മാർക്കറ്റ് നമുക്ക് പറയാം, അപ് ട്രെൻഡ് മാർക്കറ്റിൽ പോവുകയാണ്. ആ ഒരു സമയത്ത് നമുക്കൊരു 50 പോയിന്റ് വരെ കിട്ടിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ 100 പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ടെക്നിക്കലി പഠനം നടത്തിയെടുത്ത ഒരു ട്രേഡാണ്. പക്ഷേ ഈ ഫോമോ മൂലം നമുക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വരിക. എനിക്ക് മിസ്സാവും, കിട്ടിയ പൈസ പോകുമോ, അതാണ് ഒരു ചിന്ത എന്ന് പറയുന്നത്. ഇതും നമുക്ക് വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഈ ഫോമോ എന്ന് പറയുന്നത്. ഈ ഫോമോ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്കൊരിക്കലും പൂർണ്ണമായ ഒരു പ്രോഫിറ്റ് ലെവലിലൊക്കെ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും മാർക്കറ്റിനെ ഒരു പേടിയോടെ മാത്രമേ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം അവർക്കൊരു പോസിറ്റീവ് സൈഡ് അവർ ചിന്തിക്കുന്നില്ല, എപ്പോഴും പേടിയാണ്. അതിന് പല റീസൺസ് ഉണ്ട് കേട്ടോ. അവർക്ക് നേരത്തെ സംഭവിച്ച പല പല ലോസസ് കാരണവും അതുപോലെ അവരുടെ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് ഈ ഫോമോ കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ നമ്മളത് തിരിച്ചറിയണം,
തിരിച്ചറിയുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം അതിനെക്കുറിച്ച് ഞാനൊരു ടോപ്പിക്ക് പറയാം കേട്ടോ. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് കാരണങ്ങൾ ഈ ആളുകൾക്ക് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ലോസ് ഹോൾഡ് ചെയ്യുകയും പറ്റുന്നു അല്ലേ? അതിൻ്റെ റീസൺസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം അതിൻ്റെ റീസൺസും സൊല്യൂഷൻസും കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പം ഒത്തിരി ലെങ്തി ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, ഏതൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ. എവിടെയാണ് നമുക്ക് കോൺഫിഡൻസ് നഷ്ടമാകുന്നത്? അതായത് കോൺഫിഡൻസ് നഷ്ടമാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. സോ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കോൺഫിഡൻസിൻ്റെ കുറവ് മൂലം നല്ലൊരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു 30 പോയിൻ്റേ മാർക്കറ്റിൽ നിന്ന് എടുക്കത്തുള്ളൂ, ആ ഒരു 30 പോയിന്റ് വരുമ്പോൾ ഞാൻ എക്സിറ്റ് ആവും, എനിക്ക് അതിനുള്ളൊരു മൈൻഡ് പവർ ഉണ്ട്, എത്ര നന്നായിട്ട് പോകുന്ന ബുൾ മാർക്കറ്റ് ആയാലും ശരി ഞാൻ എൻ്റെ 30 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ട്രേഡ് നിർത്തുവാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞാണ് അത്ര ട്രേഡ് ചെയ്യത്തുള്ളൂ, ഫുൾ ടൈം ട്രേഡർ അല്ല, അപ്പം മാർക്കറ്റിൽ ഇരിക്കുന്നു, എനിക്ക് എപ്പോൾ 30 പോയിന്റ് പ്രോഫിറ്റ് കിട്ടുന്നുവോ ആ ഒരു മൊമെൻറ്റിൽ ഇറങ്ങിയിട്ട് പോവുകയാണ്, പിന്നെ ആ ഒരു മാർക്കറ്റിൽ നിൽക്കുന്നില്ല. ഞാൻ തിരിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പോൾ ലോസസ് ആണെങ്കിലോ, ലോസസ് എത്ര വരെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്? അതിനാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? പ്രോഫിറ്റ്സ് 30 പോയിന്റ്, ഓക്കെ, അതൊരു നല്ല കാര്യമാണ്, നല്ല തീരുമാനമാണ്, മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്കാണല്ലോ ആ ഒരു 30 പോയിന്റിൽ മാർക്കറ്റിൽ എക്സിറ്റ് ആവാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ലോസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല. ലോസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ലോസ് ഞാൻ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാറുണ്ട്, കാരണം അത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് വരും എന്നെനിക്ക് ഉറപ്പാണ്. അതാണ് അത്. ചില സമയത്ത് ഓവർ കോൺഫിഡൻസ് ആണല്ലേ, അത് ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും വരുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൂ. കാരണം എന്താ, ഇപ്പം ഒരു മാർക്കറ്റിൽ റിവേഴ്സ് വരും, അതൊക്കെ ഒരു ഓവർ കോൺഫിഡൻസാണ്. മാർക്കറ്റിൽ റിവേഴ്സിൽ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം ഞാനിപ്പോൾ ഓർക്കുക, കഴിഞ്ഞ മാസം തോന്നുന്നു നിഫ്റ്റിയിൽ ഒരു 25,000 നിഫ്റ്റി നിന്ന ആ ഒരു സമയത്ത് ചില ആളുകൾ പറയാ ഉറപ്പായിട്ട് മാർക്കറ്റ് താഴോട്ട് വരും, 25,000 വരെ പോയിട്ടില്ലേ, ഇനി ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് എവിടെ പോകാനാ? എന്നിട്ട് മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ചിന്തിച്ചു നോക്ക്. നിഫ്റ്റിയിലെ മാർക്കറ്റ് വീണ്ടും പോവുകയാണ് ചെയ്തത്, റിവേഴ്സ് അല്ല വന്നത്. പക്ഷെ ചില ആളുകളുടെ ഓവർ കോൺഫിഡൻസ് മൂലം അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്രേഡ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. 25,500 എത്തിയ ആളുകൾ വീണ്ടും വെയിറ്റ് ചെയ്യാണ്, താഴോട്ട് എടുക്കുകയാണ്, റിവേഴ്സ്. എങ്ങനെ ഇവിടെ പോസിബിൾ ആകുന്നേ? ഒരു ബുൾ മാർക്കറ്റിൽ, അതായത് ആഴ്ചയോളം ബുൾ മാർക്കറ്റിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചിന്തിക്കുക, ഇത്രയും ബുള്ള് പോയില്ലേ, മാർക്കറ്റിനി ബെയറിഷിലോട്ട് വരും എന്നുള്ളൊരു ചിന്താഗതി. അതൊക്കെ തികച്ചും സത്യത്തിൽ ഒരു മണ്ടത്തരം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അതിനെ ഒരു കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ല നമ്മൾ പറയേണ്ടത്. ശരിക്കും ഒരു ഫൂളിഷ് ഐഡിയ ആണിത്. മാർക്കറ്റിനെ പഠിക്കാതെ ചെറിയ ചെറിയ അവനവൻ്റെ തീരുമാനത്തിൽ ചില കൺഫർമേഷൻ ബയാസ് ആണ് വർക്ക് ചെയ്യുന്നത് ആളുകളുടെ. കാരണം ഈ മാർക്കറ്റിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി, എൻ്റെ നിഗമനങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, കാരണം എനിക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ചില ധാരണകൾ, അതൊക്കെയാണ് അവിടെ ആളുകൾക്ക് തെറ്റുപറ്റാനുള്ള കാരണം. ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് മാർക്കറ്റിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്ന് ചിന്തിക്കുക. അതെപ്പോഴാണ് ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരുന്നത്? അത് കൂടുതലും പ്രോഫിറ്റ് കിട്ടുന്ന ആളുകൾക്കായിരിക്കും. കാരണം ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡിലായിരിക്കും. ഇപ്പം നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി, അപ്പോഴേക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാർക്കറ്റിനോട്ട് വരികയാണ്. അതെന്താ? മാർക്കറ്റ് എൻ്റെ ഡിസയേഴ്സിനനുസരിച്ചിട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. അതായത് എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഞാൻ ഏൺ ചെയ്തു, സോ എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാർക്കറ്റിനോട് വരികയാണ്. ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരുന്നത് മൂലം ലോസ് വരുമ്പോൾ നമ്മൾ ഫെയിൽ ആകുമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. ആ ഒരു ചിന്ത നമ്മളെ ലോസിലേക്ക് നയിക്കും. ഓവറായിട്ട് മാർക്കറ്റിനോട് ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ലോസാണ് വരുന്നത്. കാരണം മാർക്കറ്റിനോട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ല അവിടെ വേണ്ടത്. അവിടെ വേണ്ടത് സ്റ്റഡീസും കാര്യങ്ങളുമാണ്, ടൂൾസാണ്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അവിടെ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ഇമോഷൻസിന് സ്ഥാനമില്ല. അവിടെ നമ്മൾ ഇമോഷൻസിന് സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഫെയിലിയർ ഉണ്ടാവുന്നതും നമുക്കത് താങ്ങാൻ സാധിക്കാതെ വരുന്നതും. സോ നമുക്കിപ്പോൾ ഒരു വിൻ ചെയ്തു നമ്മൾ, ഓക്കെ,
അടുത്ത് നമ്മളെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ലോസ് ആയിരിക്കാം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ്സ് കിട്ടാനായിട്ട് ചാൻസേ ഇല്ല. ചാൻസ് ഇല്ലെന്നല്ല, അത് നടക്കില്ല, ഇമ്പോസിബിൾ ആണ്. അടുത്തൊരു പോയിന്റ് ആണ് ഹോപ്പ് വേഴ്സസ് ഫിയർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ഹോപ്പും ഫിയറും എങ്ങനെയാ ഒരുമിച്ച് വരുന്നത്? അത് രണ്ടും രണ്ട് ഇമോഷൻസ് അല്ലേ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ നല്ല ഹോപ്പാണ്, അതുപോലെ തന്നെ ഫിയറുമാണ്. അതുകൊണ്ട് എന്താ, എനിക്ക് ട്രേഡ് കിട്ടുന്നില്ല, ഞാൻ ആ ഒരു മൊമെന്റിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഒരു 50 രൂപയ്ക്ക് ട്രേഡ് എടുക്കാൻ 50 രൂപ പ്രൈസിൽ വരുമ്പം ആ പ്രൈസിൽ എടുക്കാനിരിക്കുകയാണ്, ട്രേഡ് എടുക്കാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പം 50 എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് രണ്ട് ഇമോഷൻസ് ഒരേ സമയം വർക്ക് ചെയ്യുക. ഹോപ്പ് ഉണ്ട്, എന്താ, ഈ 50 രൂപ എന്നുള്ളത് 100 രൂപയാകും എന്നുള്ള ഹോപ്പ്. അതേസമയം തന്നെ അവിടെ എന്താണ്, ഫിയർ വന്നു, 50 രൂപ 10 രൂപയായി പോകുമെന്നുള്ള ഫിയർ. ഒരേ സമയം ചില ആളുകളിൽ ഈ രണ്ട് ഫീലിങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്തിനുള്ള, ഹോൾഡ് ചെയ്യാൻ, ലോസ് ഹോൾഡ് ചെയ്യാനുള്ളൊരു റീസൺ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയും ഇവിടെ വരുന്നുണ്ട്. ഈ ഹോപ്പ് ആൻഡ് ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരേ സമയത്ത് നിൽക്കുന്ന ഈ ഒരു ഇമോഷൻസ് സത്യത്തിൽ ഇതൊരു വാസ്റ്റ് ഏരിയയാണ്, നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതും നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരുമിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിലർക്കെങ്കിലും അതൊരു ദേഷ്യമായിട്ട് വരും, ഇവരെന്തായി ഇരുന്ന് പറയുന്നേ, ഹോപ്പ്, ഫിയർ, കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്. പക്ഷേ വ്യക്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണോ നിങ്ങൾ, ഉറപ്പായിട്ടും ഈ ഫീലിങ്സിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോയിരിക്കും. നിങ്ങളൊരു കറക്റ്റ് എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു ട്രേഡറാണോ, ഈ ഇമോഷൻസിനെ മാറ്റി നിർത്തി ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ പല തവണ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളായിരിക്കും നിങ്ങൾ. ചില ആളുകൾ പറയുന്നതാണ്, അപ്പം എനിക്ക് പേടിയാണ്, എനിക്ക് മാർക്കറ്റിനോട് ഭയമാണ്, അല്ലെങ്കിൽ മാർക്കറ്റിനോട് ഓവർ അറ്റാച്ച്മെൻ്റ് ആണ്, ഇതെല്ലാം പ്രശ്നമാണ്. അപ്പം പേടി വന്നാലും അത് പ്രോബ്ലമാണ്, ഓവർ അറ്റാച്ച്മെന്റ് വന്നാലും പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇതിനെയെല്ലാം ഓവർകം ചെയ്ത് കൊണ്ടുവരാം എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സക്സസ് ആയിട്ടുള്ള ആളുകളിലേക്ക് നോക്കിയാലും നമുക്കറിയാം, അവർ നല്ല സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തതുകൊണ്ടല്ല, പുതിയ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്തത് കൊണ്ടല്ല അവരൊന്നും സക്സസ് ആയതും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നതും. ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് ബയാസുകളെ എല്ലാം ഓവർകം ചെയ്തെടുത്താണ് അവരുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ട്രേഡ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ട്രേഡറെ മീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം ഞാൻ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കോഗ്നിറ്റീവ് ബയാസുകളെ എല്ലാം ഓവർകം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം ടൂൾസ് ആണ് ഉപയോഗിച്ചത്, എന്തെല്ലാം മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചത്? നമ്മൾ അതാണ് അന്വേഷിക്കേണ്ടത്. കാരണം സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട് അല്ലേ. ഗൂഗിളിൽ നോക്കാം, യൂട്യൂബ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് നമുക്ക് തരുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഇഷ്ടം പോലെ സ്ട്രാറ്റജീസ് നമുക്ക് അവൈലബിൾ ആണ്. അതേതാന്ന് നോക്കാം, നമുക്ക് ആപ്റ്റായിട്ട് ഒരെണ്ണം പിക്ക് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും മാറി മാറി ഉപയോഗിച്ച് നോക്കാം. ചിലപ്പോൾ ഏതാണ് നമുക്ക് ക്ലിക്ക് ആകുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അതുപോലെ അല്ലല്ലോ നമ്മളുടെ ബിഹേവിയറൽ ബയാസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എവിടുന്ന് വേണമെങ്കിലും പഠിച്ചോളൂ, ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചോളൂ, സ്ട്രാറ്റജീസ് പഠിച്ചോളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ശരിക്കും നമ്മുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ട്രേഡിങ്ങിൻ്റെ കോഴ്സ് ചെയ്യാമോ, അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതികളൊക്കെ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും ചെയ്യാം. ട്രേഡിങ്ങിൻ്റെ ക്ലാസ്സസ് നമുക്ക് തുടങ്ങാം, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഉപരിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് സെല്ല് ചെയ്തു, പൈസ കിട്ടുന്നു, അതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഇപ്പം നമ്മൾ എന്തൊക്കെയോ പഠിപ്പിച്ച് പോകുന്നു, അല്ലെങ്കിൽ അവരത് പ്രയോഗിക്കുന്നു, കുറച്ച് ലോസ് കിട്ടുന്നു, കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്നു. അതിൽ നിന്ന് ഞാനൊരിക്കലും അതിൽ കോൺഫിഡൻ്റ് അല്ല, അത്രേ ഉള്ളൂ. ഓപ്പണായിട്ട് പറഞ്ഞാൽ എനിക്കതിലൊരു കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്ത ട്രേഡിൽ, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ഒരു മെൻ്റൽ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഒരു മെൻറ്റർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ബാക്കി എല്ലാ കാര്യങ്ങളും സെക്കൻഡറിയാണ്. നമ്മൾ പഠിക്കാം, നമുക്ക് പലതരം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുകയും ട്രെയിനിങ് ചെയ്യുകയും, അല്ലെങ്കിൽ നമുക്ക് ഡെമോ ട്രേഡ്സ് എടുത്ത് നോക്കാം, പേപ്പർ ട്രേഡുകൾ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ എവിടെ പോയി ട്രേഡ് പഠിച്ചാലും ശരി, എത്ര വലിയ പ്രൊഫഷണൽസിൻ്റെ അടുത്തുനിന്ന് ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ട്രേഡ് പഠിച്ചാലും ശരി,
ഈ കാര്യങ്ങളൊന്നും ട്രേഡിൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളൊരു ട്രേഡർ ആവില്ല. ഇത് ഞാൻ പറയുന്നൊരു വാക്കാണ്. കാരണം ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് എനിക്ക് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പേരുമായിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ അറിയാം. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൂടുതൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാവാതെ അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി വർക്ക് ആവാതെ ഒരിക്കലും നമുക്ക് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം നമുക്ക് ചോദിക്കാം, ട്രേഡിംഗ് സൈക്കോളജിസ്റ്റുകളുടെ പുസ്തകങ്ങൾ വായിച്ചാൽ പോരെ, മാർക്ക് ഡഗ്ലസിൻ്റെ പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ വാറൻ ബഫറ്റ്സിൻ്റെ കാര്യങ്ങൾ വായിച്ചാൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടില്ലേ, ജെസ്സി ലിവർമോറിൻ്റെ കാര്യങ്ങൾ കിട്ടില്ലേ? ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ധൈര്യമായിട്ട് ഫോളോ ചെയ്യൂ. അവരുടെ ബുക്സ് വായിക്കാം, നമുക്ക് നല്ല അറിവ് അതിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാനത് വളരെ നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ട്രേഡിംഗ് ഇൻ ദ സോൺ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ അതിൽ നിന്നൊക്കെ നമ്മളൊക്കെ എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിക്ക് ചെയ്ത് പറയുന്നത്. ട്രേഡിംഗ് ഇൻ ദ സോൺ ഒക്കെ പൂർണ്ണമായിട്ട് വായിച്ചാൽ ഒരു പല ആവർത്തി വായിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് ആ ട്രേഡിംഗ് സൈക്കോളജി എങ്ങനെ വർക്ക് ചെയ്യാം, ട്രേഡർ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ, ഈ ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രേഡിംഗ് സൈക്കോളജി ബുക്സ് ഞാൻ കുറച്ച് ബുക്സ് കൂടി റെഫർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഈ ട്രേഡിംഗ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ട്രേഡിങ്ങിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് കോഴ്സ് വരെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ പല മാർഗ്ഗങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓൾഡ് മെത്തേഡ്സ് ഉൾപ്പെടെ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെ പഠിച്ചാലും മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ മനസ്സിലെ ചെറിയ ചെറിയ കോഗ്നിറ്റീവ് ബയാസുകൾ, ബിഹേവിയറൽ ബയാസുകളൊക്കെ ഓവർകം ചെയ്യുന്നിടത്ത് നമുക്ക് വിജയം ഉണ്ടാവും. അല്ലാതെ ഒരുപാട് നമ്മൾ പഠിക്കുന്നത് കൊണ്ടൊന്നും അത്ര കാര്യങ്ങളില്ല. നമ്മൾ എന്താണോ പഠിക്കേണ്ടത് അത് നമ്മൾ പഠിക്കുക. സത്യത്തിൽ ട്രേഡേഴ്സിന് എന്തുകൊണ്ടാണ് നഷ്ടം വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്രേഡിംഗ് ലൈഫിൽ ഫെയിലിയർ ആയി പോകുന്നത്? ഒരുപാട് പഠിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കേണ്ടതെന്തോ അത് നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ട് ആളുകൾക്ക് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ലോസ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കുറച്ച് ബിഹേവിയറൽ ബയാസുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ട്രേഡേഴ്സ് അനുഭവിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ എങ്ങനെ ഓവർകം ചെയ്ത് കൊണ്ടുവരാമെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കാര്യവും പറഞ്ഞു, അതിൻ്റെ റീസൺസും പറഞ്ഞു, സൊല്യൂഷൻസും പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇപ്പം നമുക്ക് എല്ലാം കൂടെ ആകുമ്പോൾ സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ 3-4 കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ, ട്രേഡിംഗ് ജീവിതത്തിൽ ഈ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ അടുത്ത ദിവസം ആ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.